മലപ്പുറത്തെ മുസ്ലിം ലീഗിന്റെ ഉറച്ച കോട്ടകളിലൊന്നായ വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്ന പ്രതീക്ഷയിലാണ് ഇടതുപക്ഷം. മണ്ഡലത്തിലെ വികസന മുരടിപ്പ് എണ്ണിപ്പറഞ്ഞാണ് പ്രതിപക്ഷം വോട്ട് തേടുന്നത്. എന്നാൽ മണ്ഡലത്തിലുള്ള വ്യക്തമായ സ്വാധീനം ഇത്തവണയും തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF. മുസ്ലിം ലീഗിലെ വമ്പന്മാർ പ്രതിനിധീകരിച്ചിരുന്ന തിരൂരങ്ങാടി മണ്ഡലം രൂപമാറിയാണ് 2011 വള്ളിക്കുന്ന് മണ്ഡലം രൂപീകൃതമാകുന്നത്. ആകെയുള്ള 6 പഞ്ചായത്തുകളിൽ 5ഉം UDF-നൊപ്പമാണ്. ഇതിൽ ചേലേമ്പ്ര മാത്രമാണ് ഇടതു പിന്തുണയോടെ ജനകീയ വികസന മുന്നണി ഭരിക്കുന്നത്. ലീഗിന് ഏറെ ആത്മവിശ്വാസമുള്ള മണ്ഡലമാണെങ്കിലും ഇടതു മുന്നണിക്ക് വേരോട്ടമുള്ള ചില പഞ്ചായത്തുകളും മണ്ഡലത്തിലുണ്ട്. മത്സ്യത്തൊഴിലാളികളുടെയും തീരദേശവാസികളുടെയും വോട്ട് നിർണായകമാകുന്ന മണ്ഡലത്തിൽ UDF രംഗത്തിറക്കുന്നത് പരിചയപ്പെടുത്തലുകൾ ഒന്നും ആവശ്യമില്ലാത്ത മണ്ഡലത്തിന് സുപരിചിതനായ P. അബ്ദുൾ ഹമീദിനെയാണ്. മുസ്ലിം ലീഗ് ജില്ലാ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് UDF സ്ഥാനാർത്ഥിയായി വള്ളിക്കുന്നിലെത്തുമ്പോൾ P. അബ്ദുൾ ഹമീദിന് പരിചയപ്പെടുത്തലുകളുടെ ആവശ്യം ഒന്നും തന്നെയില്ല. പരിഹരിക്കപ്പെടാത്ത പ്രശ്നങ്ങൾക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് അത് പരിഹരിക്കുക എന്നുള്ളതായിരിക്കും ഞാൻ നിയമസഭാ സാമാജികനായി തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ എൻ്റെ ലക്ഷ്യം. മണ്ഡലത്തിൽ CPM-നുള്ള ചെറുതല്ലാത്ത സ്വാധീനം വോട്ടായി മാറുമെന്ന പ്രതീക്ഷയിൽ INL സ്ഥാനാർത്ഥി OK തങ്ങളാണ് വള്ളിക്കുന്നിൽ ഇടതുപക്ഷത്തിനു വേണ്ടി അംഗത്തിനിറങ്ങുന്നത്. ലീഗ് സ്വാധീനം ഏറെയുള്ള മണ്ഡലമാണെങ്കിലും വള്ളിക്കുന്നിൽ ഇത്തവണ മാറ്റത്തിന്റെ കാറ്റ് വീശുമെന്നാണ് ഇടതു ക്യാമ്പ് ഉറച്ചു വിശ്വസിക്കുന്നത്. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ ഭയങ്കരമായിട്ട് ജനറോഷുണ്ട്. അതുകൊണ്ട് തന്നെ LDF ഈ മണ്ഡലത്തിൽ വമ്പിച്ച ഭൂരിപക്ഷത്തോട് വിജയിക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇടതു വലത് മുന്നണികളെ പരീക്ഷിച്ചുമെടുത്ത വോട്ടർമാർ ഇത്തവണ തുണയ്ക്കുമെന്ന BJP സ്ഥാനാർത്ഥി K. ജനചന്ദ്രനും കരുതുന്നു. മലപ്പുറം ജില്ലയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ച ഒരു നിയോജകമണ്ഡലമാണ് വള്ളിക്കുന്ന് മണ്ഡലം. ഇടതുപക്ഷത്തിന് ബാലികേറാമലയാണ് വള്ളിക്കുന്നെന്നത് പഴയ കഥയെങ്കിലും ഇത്തവണ ലീഗ് കോട്ടയിൽ സ്ഥാനമുറപ്പിക്കാൻ സാധിക്കുമെന്ന വിശ്വാസത്തിലാണ് ഇടതു ക്യാമ്പ്. റിപ്പോർട്ടർ, മലപ്പുറം.